വേലുസ്വാമി വന്നോ? വേലുസ്വാമി, വേലുസ്വാമി. വാതിൽ തുറന്നു കിടന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വേലുസ്വാമിയാണെന്ന്. ഞാനിതെടുത്തു. എല്ലാവരും പോയി ചോദിച്ചു തുടങ്ങി, ഏട്ടൻ്റെ കത്ത് എന്താ വരാതെന്ന്. ഞാനൊരു നുണ പറഞ്ഞു. ഏട്ടൻ്റെ കത്ത് വന്നു, ജോലിയൊന്നും ആയിട്ടില്ല, ഇനി ജോലിയായിട്ട് എഴുതുന്നൊക്കെ. കത്ത് കാണണമെന്ന് ആരെങ്കിലും ചോദിച്ചാലോ? ഞാൻ തന്നെ ഒരു കത്തെഴുതി പോസ്റ്റ് ചെയ്തു. എന്നിട്ട് വായിച്ചിട്ട് ദേഷ്യം പിടിച്ച പോലെ കീറിക്കളഞ്ഞു. ഞാൻ മുത്തശ്ശിയോട് പറയട്ടെ തന്നെ എനിക്ക് തരാൻ? വേണ്ട, ഞാൻ സമ്മതിക്കില്ല. സുമേച്ചി ഇങ്ങനെ നിൽക്കണ കാലത്തോളം എനിക്ക് എന്നെ പ്രതീക്ഷിക്കണ്ട. അത് വെറുതെയാവും. എന്നോട് തനിക്ക് വെറുപ്പാണോ ഇഷ്ടമാണോ? മറക്കില്ല. ദേ ഇങ്ങോട്ട് തന്നെയാ വരണത്. ഞാൻ പോവാ. എടി നിക്കടി. പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം? ഞാൻ പറഞ്ഞത് കണ്ടാണോ അവള് പോണത്? ഏയ്, അവള് കൈ കഴിയാൻ പോയതാ. രാധ ഊണ് കഴിഞ്ഞോ? രാധയുടെ ചിരി കാണാൻ നല്ല ശേലുണ്ട് കേട്ടോ. 3-4 ദിവസമായി എന്നെ നോക്കണേ ഞാൻ കണ്ടു. എന്റെ പേരെങ്ങനെ മനസ്സിലായി? അത് പിന്നെ ആളെ കണ്ടാൽ അറിഞ്ഞൂടെ? രാധയെ കണ്ട ഈ പാറ പണിയെടുക്കേണ്ട പെണ്ണാണെന്ന് തോന്നൂല. ഞാൻ 10ാം ക്ലാസ് പഠിച്ചതാ. വേറെ ജോലിയൊന്നും കിട്ടാണ്ടായപ്പോഴാ ഈ പണിക്ക് വന്നേ. ചേട്ടനെന്താ ബോംബെന്ന് വന്ന് ഇവിടെ പണിയെടുക്കണേ? ഓ, അതെന്റെ കഷ്ടകാലം. ബോംബെയിൽ ഞാൻ അടിച്ചുപൊളി ജീവിച്ചതാ. ഞാൻ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകും ചിലപ്പോ. അവിടെ വന്നാ എനിക്കൊരു ജോലി കിട്ടുമോ? എന്ത് ജോലി? എന്തെങ്കിലും. ഈ വെയിലും മഴയും കൊള്ളാത്ത എന്തായാലും. എന്തിനാടാ ഈ മഹാഭാവം ചെയ്യണേ? ഇത്തിരി കുടിക്കണത് മഹാബാബ സ്വാമി ഇടക്കിടെ കഴിക്കണല്ലേ? എന്നാൽ ഈ നിലയിലാക്കണ പിന്നെ പിന്നെ വേണമെന്ന് പറഞ്ഞു. വിശ്വാസ ജോണിക്കുട്ടി ഒന്നും പറയരുത്. ഞാനിപ്പോ പറക്കുകയാണ് മയിൽവാഹനത്തില്ലപ്പോ. ഞാനെന്ന് പറഞ്ഞത് വെറുതെയാ. ഇവൻ നല്ലവനാ. ഇവനൊരാശ. അത് ഞാൻ നടത്തിക്കൊടുക്കും. എനിക്കൊരാശയുണ്ട്. നടത്തി തരുമോ? നടത്തി തരാം. എന്താണ് ആശ? സ്വാമി എങ്ങനെ കുടിച്ച് കൂത്താടരുത്. വയറ്റി പഴപ്പാണേലും ഉള്ള കഞ്ഞിയിൽ എന്തിനാ മണ്ണെടുത്തത്? അത് ശരിയാവില്ല ചാത്താ. ഇവൻ പറയണ കേട്ടോ, ചാത്തന്റെ സേവ എന്നോട് നടത്തരുതെന്ന്. നിക്ക്. ഹരഹരോ ഹരഹര സ്വാമി. എന്താണ് ഈ കാണിക്കുന്നത്? അത് 3 പേരോട് ഒരു ഉപ്പ കഴിച്ച ഇങ്ങനെ ആവുന്ന ഞാൻ കരുതിയോ? ആരാ മൂന്നാമൻ? കുമാരൻ. പറ്റിയ കൂട്ടാണല്ലോ. നീയല്ലേ പറഞ്ഞ് ചങ്ങായിമാരെ പോലെ കഴിയണോന്ന്. നീ എന്താ ഇടക്കിടക്ക് വാക്ക് മാറ്റി പറയണേ? എന്നാ ഒരു വാക്കൂടെ ഞാൻ മാറ്റുന്നു. നമ്മൾ തിരിച്ച് ബോംബെക്ക് വന്നു. നമ്മളോ? അതെ, നമ്മള്. ഞാനില്ല, നീ വേണമെങ്കിൽ പോയിക്കോ. അത് പറ്റില്ല, നീ വരണം. നീ വേണമെങ്കിൽ പോന്ന്. ഞാനെന്തിനാ പറയണേ? ഞാൻ ഉള്ളിടത്തല്ലേ നിനക്ക് സുഖമുള്ളൂ. ഇപ്പൊ എനിക്കിവിടെ നല്ല സുഖ. എന്തായാലും ബോംബെക്ക് ഞാനില്ല.
ബാബുട്ടി 2 ചായ. കഴിക്കാൻ എന്താ വേണ്ട? വേണ്ട, കഴിച്ച. ജോണി ചേട്ടൻ ഒരാളെ തിരക്കി വന്നില്ലേ ഇന്ന്? ആരാ? മറ്റേ കക്ഷി കടുപ്പത്തിലായിക്കോട്ടെ അല്ലേ? അമ്മയെ ധ്യാനിച്ച് നമസ്കരിച്ചോളൂ. എന്താ കാക്കകളൊന്നും വരാത്തെ? കാക്കകള് പേടിച്ചിട്ടാവും. മാറി നിന്നോളൂ. ചേച്ചി വിശ്വേട്ടനാണെന്നാ തോന്നണേ. എന്റെ വിശ്വട്ടം വിശ്വട്ടം നമ്മുടെ അമ്മ. എന്തായിരുന്നു നമ്മുടെ അമ്മയ്ക്ക്? ഏട്ടൻ പോയ പിന്നെ അമ്മ കിടപ്പിലായത്. ഒന്നും കഴിക്കില്ല, ഒന്നും മിണ്ടില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച മരിക്കുമ്പോ ഏട്ടന്റെ പേര് പറഞ്ഞ അമ്മ. മോനെ വിശ്വം, ഞാൻ എന്തായി കത്തടേ? ഡോ ഡോ വിശ്വം, വിശ്വനാഥ ഓർമ്മയുണ്ടോ ഗോവിന്ദമാമ? വേഗം ചെന്ന് കുളിച്ചു വന്നാ വിലയിട്ട് ഒരു ഉരുള വയ്ക്കായിരുന്നു. കാക്ക ചോറെടുക്കാത്തത് ഇനി അതുകൊണ്ടാണെങ്കിലോ? അതുകൊണ്ട് തന്നെയാ ഈ കൈ കൊണ്ടൊരു ഉരുള കിട്ടാൻ ഞാൻ അവൾക്ക് ശാന്തി ഉണ്ടാവോ? ചെല്ല്, പോയി കുളിച്ചു വാ. ആ ഉരുള ഉരുട്ടി വെച്ചോളൂ. ഇനി എള്ളും അരിയും ചന്ദ്രവും പൂവും എടുത്ത് നീര് കൊടുക്കുക. പവിത്ര കഴിച്ചോളൂ. ഇനി അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് നമസ്കരിക്കുക. ആളിറങ്ങട്ടെ. വണ്ടി ഒന്ന് നിർത്തണേ, ഒരാളിറങ്ങാനുണ്ട്. ഇയാളെന്താ സ്വപ്നം കാണായിരുന്നു? ജോണി, എല്ലാവർക്കും കൊടുക്കുക കേട്ടോ. ആ
നല്ല നേരത്തിന് തന്നെ എത്തിയല്ലോ. അമ്മയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. എന്താ ഇവിടെ? ഗുളിയനും ചാത്തനും ദാഹത്തിന് വെച്ചതാ. എന്നാ എന്താ ഇത്? പ്രസാദ തെങ്ങിൻ കള്ള. മുത്തശ്ശി ഞങ്ങൾ പൊക്കോട്ടെ. അല്ല, രാജി എവിടെ? അവക്ക് ചോര കണ്ട തലകറങ്ങും, അതുകൊണ്ട് വന്നില്ല. മുത്തശ്ശ വാ പോവാം. ഓ അവളവിടെ ഒറ്റയ്ക്കിരുന്ന് പേടിച്ചിട്ടുണ്ടാവും. പോയിട്ട് വരാം. എന്താ വിശേഷിച്ച്? വിശേഷമൊക്കെ ഉണ്ട്. കൂട്ടുകാരനെവിടെ? ജോണിക്കുട്ടി. എനിക്കറിയില്ല. അതെ, ബോംബെന്ന് മൂപ്പരൊരു ദോസ്ത് വന്നിരുന്നു. ഒരു തടിയൻ. വിഷുവിന്റെ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ നേരെ ഗുരുവായൂർക്ക് പോയിട്ടുണ്ട്. ഗുരുവായൂർക്കാ? ആ, അങ്ങടാണെന്ന് പറഞ്ഞ പോയത്. ഞാനും പുറപ്പെട്ടതാ. അപ്പം മൂപ്പര് പറഞ്ഞു വേണ്ടാന്ന്. എന്താ അങ്ങനെ അവിടെ എന്നാലും നല്ലൊരു കാര്യമായിട്ട് എന്റെ കുട്ടി വന്നപ്പോഴാ എനിക്ക് സന്തോഷായത്. കാര്യം എന്താണെന്ന് ഇപ്പോഴും എന്നോട് പറഞ്ഞില്ല. നമ്മളെ സുമയ്ക്കൊരു ആലോചന അതങ്ങോട്ട് നടത്താൻ തീരുമാനിച്ചു. അവൾക്ക് കല്യാണം ശരിയായാലേ ചാത്തനൊരു കോഴി കൊടുക്കാന്ന് നേർന്നിട്ട് 2-3 കൊല്ലായി. എല്ലാം അറിഞ്ഞോണ്ട് ഒരാള് സമ്മതിക്കണ്ടേ? ഒരു കുട്ടിയുള്ളതിനെ മൂടി വെക്കാൻ പറ്റുമോ? ജാതിയും മതം ഒന്നും നോക്കിയില്ല. എന്തൊക്കെ ആയാലും മോന്റെ കൂട്ടുകാരനല്ലേ. ആര്? ജോണിയോ? ആ, ജോണിക്കുട്ടി തന്നെ. എന്നോട് 3-4 ദിവസമായി പറഞ്ഞു തുടങ്ങിയിട്ടേ സുമ സമ്മതിക്കുമെന്നായിരുന്നു പേടി. ആ, എല്ലാം ശരിയാവണി മാത്രം വിഷ്ണുനോട് പറഞ്ഞാ മതി എന്നാ ജോണിക്കുട്ടിക്ക്. അതിനിടയിൽ വേറെ ചിലത് ഞാൻ അറിഞ്ഞു. സുമ പറഞ്ഞു എന്നോട്. സുമക്കുട്ടിയുടെ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഭാനുട്ടിയെ ഈ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു കൊടുത്തു. ഇല്ല മുത്തശ്ശി, അത് നടക്കില്ല. അത് നടക്കാൻ പാടില്ല. ഇല്ല, ഞാനിതൊരിക്കലും സമ്മതിക്കില്ല. അയാള് കൂട്ടുകാരൻ തന്നെയല്ലേ ജോണി? അതെ. പിന്നെന്താ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത്? അത് അവര് തമ്മിലൊരു ചേർച്ചയില്ല. അവൻ ഒന്നിലും ഒരു സ്ഥിരത ഇല്ലാതെ, പിന്നെ വീടോ സ്വന്തോ ബന്ധമോ ഒന്നും ഇല്ലാതെ ബോംബെയിൽ തെരുവില്. അതൊന്നും പറയണ്ട. അയാള് മാത്രമല്ലല്ലോ, അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ? അതെ, പക്ഷേ സ്വന്തവും ബന്ധമൊക്കെ ഉള്ള ഒരാളെ നമുക്ക് തേടി പിടിച്ചൂടെ? മനസ്സിൽ എന്താന്ന് വെച്ചാ തുറന്നു പറയേ. അനു, തനിക്ക് വേണ്ടി എത്ര കാലം വേണമെങ്കിലും, ഈ ജീവിതകാലം മുഴുവൻ കാത്തിരിക്കാൻ ഞാൻ ഒരുക്കമാണ്. അങ്ങനെയാണ് ആലോചിച്ചത്. അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയിട്ട് എനിക്ക് നേടണമെന്ന്. എനിക്ക് വേണ്ട. അവള് സന്തോഷമായിട്ടിരിക്കണം, അത് മതി. അത്രേ ഉള്ളൂ ആശ. സന്തോഷം ഉണ്ടാവില്ല. മാത്രമല്ല, വലിയ വിഷമങ്ങൾ നമ്മൾ കാണേണ്ടി വരും. ഞാനൊന്ന് ചോദിക്കട്ടെ, അവളുടെ കുട്ടിയുടെ അയാളിപ്പോ അവിടെ ഉണ്ട്? ആ തെണ്ടിയോ? വേണ്ട, അവൾ അങ്ങനെ നിന്നോട്ടെ. ഞാനുള്ളിടത്തോളം കാലം അവൾ അവളുടെ കുഞ്ഞു പട്ടിണി കിടക്കില്ല. എന്തെങ്കിലും കാര്യമില്ലാന്ന് വിഷു അങ്ങനെ പറയോ? ഏതായാലും അതാ വെടിയെന്നൊന്നും ഇപ്പൊ വേണ്ട. ദാമു വരട്ടെ. അതാ ഞാനും പറയണേ. ആ എഴുത്ത് വിളി കയറി കളയാണ്ടിരുന്നെങ്കിൽ ഒരെഴുത്ത് എഴുതി ചോദിക്കായിരുന്നു. ഇപ്പൊ വിലാസവും ഇല്ല. ഏട്ടൻ എന്നെ എഴുതൊന്നും വരുന്നു വിചാരിക്കണ്ട. അതെന്താ? എനിക്കിനി അങ്ങനെ ഒരു ഏട്ടനില്ല, മരിച്ചുപോയി. ഇവൾ എന്തൊക്കെയായി പറയണേ? നിഷേധി. എന്താ, ചത്തുപോയാലും ജീവിക്കാണ്ട് പറ്റുമോ? ഞാൻ വന്ന നേരം ശരിയായില്ല എന്ന് തോന്നുന്നു. എന്താ ഇന്നും ബാനുവിനൊരു ചൂട്? കുറച്ച് കാശ് കയ്യിൽ വന്നപ്പോ ഇത്തിരി തുണിയും സാധനങ്ങളും ഒക്കെ വാങ്ങി. ഒരു ചെറിയ താലിമാലയും
അതൊന്നും ഇപ്പോഴേ വേണ്ടായിരുന്നു. വേണ്ടായിരുന്നു, എന്നാലും വാങ്ങി. എന്റെ കയ്യില് കാശിരിക്കില്ല, ഓട്ടക്കയ്യ. എവിടെ സുമ? ദാ, ഇതൊക്കെ ഇഷ്ടമായെന്ന് നോക്കിയേ. ഇനി ഇഷ്ടമാകാത്തത് മാറ്റി തരണമെന്ന് കടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പുറത്തെടുക്കണ്ട. ഇഷ്ടാവാത്തത് തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? ഒന്നും ഇഷ്ടായില്ലെന്ന് പറഞ്ഞാ മതി. അല്ല, ഒന്ന് നോക്കാതെ എങ്ങനെ ഇഷ്ടമല്ലാന്ന്? എനിക്കിഷ്ടമല്ല. ഈ കല്യാണത്തിന് എനിക്കിഷ്ടമല്ല. മോനെ, ദാമു വന്നിട്ട് മതിയെന്ന്. ദാമോ? ഏത് ദാമു? ദേ, വെറുതെ മറ്റൊരുത്ത് വർത്താനം പറയരുത്. ഇതാ മനുഷ്യനെ കൊരകളിപ്പിക്ക. ഞങ്ങൾക്ക് ഒന്നുകൂടി ആലോചിക്കണം. ഓ, ഇനി ആലോചിക്കണമെന്നോ? അപ്പൊ ഇന്നലെ ആലോചിച്ചിട്ടൊന്നും അല്ലേ പറഞ്ഞത്? വിഷം വന്നപ്പോ അവൻ പറഞ്ഞാ പറ്റില്ലെന്നും കൊന്നുകളയോ പന്നിനെ. അയാളൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് തോന്നി വേണ്ടാന്ന്. നിങ്ങൾക്ക് തോന്നുമ്പോ വേണം, തോന്നുമ്പോ വേണ്ടെന്ന് പറയാൻ ഞാൻ തന്നിക്കണം. അതിന് ഞങ്ങൾ അങ്ങനെ വാക്കൊന്നും തന്നിട്ടില്ലല്ലോ. എനിക്ക് പെണ്ണിനെ തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണിനെ എനിക്ക് കിട്ടണം. അത് ഞാൻ കൊണ്ടുപോകും. വിശ്വനല്ല, അവന്റെ തന്തവന്ന് തടഞ്ഞാലും ഞാൻ കൊണ്ടുപോകും. ജോണിയാ പറയണത്. എന്റെ തനി സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. അവന്റെ കൂടെ ജീവിച്ച് സുഖിക്കാന്ന് വിചാരിക്കണ്ട. എനിക്ക് ജീവനുണ്ടെങ്കിൽ അത് നടക്കൂല. വാക്കിന് നെറിവില്ലാത്ത പൊട്ടിക്കൊഴുവേറി മക്കള്. നിറം മാറിയപ്പോ കണ്ടോ ഒരു കാട്ടുപോത്ത്? വെറുതെ ആണോ വിശ്വ സമ്മതിക്കാത്തത്? तो क्या है अपन का दोस्त या दुश्मन? ദോസ്ത്, എന്നിട്ടാണോ പട്ടി എന്നോട് ഈ ചതി ചെയ്തത്? ഞാൻ എന്ത് ചെയ്യുന്ന? ഞാൻ സുമയെ കെട്ടി നിനക്കെന്താ? എന്താ അവളെ നിനക്ക് വേണോ? പൊന്നേടെ മനെ തോന്നിയ ദിവസം പറഞ്ഞോണ്ടല്ലോ. പിന്നെ എന്താ നിനക്ക്? എനിക്കൊരു ജീവിതം ഉണ്ടായി നിനക്കെന്താ? എനിക്കൊരു കുടുംബം ഉണ്ടായി നിനക്കെന്താ? എനിക്കൊന്നുമില്ല, സന്തോഷ. പക്ഷെ നിന്റെ പഴയ വേല അത് ഞാൻ സമ്മതിക്കില്ല. എന്ത് വേല? രാധ നീ എവിടേക്ക് അയച്ചേ? ഏത് രാധ? ജോണി, നീ എന്തിനാ റോഷനെ വരുത്തിയ? നിന്നോട് ഇല്ലാത്ത കള്ളത്തിനെ പറഞ്ഞ് നിന്റെ കണ്ണി അടിച്ചു പിടിക്കടാ തേണ്ടി. എന്നാ ഞാൻ വിറ്റു. എന്തേ? എനിക്ക് കാശ് വേണം, നീ തരുമോ?